എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോ വന്നിരിക്കുന്നത് ചെനക്കത്തൂർ ആനയൂട്ടിനാണ്. അപ്പൊ ആനയൂട്ടിന്റെ കാഴ്ചകൾ ചന്തം പോലെ ഒന്ന് കണ്ടോളൂ. ചെനക്കത്തൂരിന്റെ മണ്ണിൽ കർക്കടകപ്പയത്തിന്റെ ഒടുവിലിക്കായി കാത്തുവെച്ച ആനയൂട്ട്, ചന്തം പോലെ ഒരു ചെനക്കത്തൂർ ആനയൂട്ട്. കർക്കടക മഴച്ചാറ്റിൽ നനഞ്ഞ് അമ്പലമുറ്റത്ത് നിരന്ന വമ്പന്മാരായ കൊമ്പന്മാരും സുന്ദരിമാരായ ഗജറാണിമാരും അണിനിരന്ന അതിഗംഭീര ആനയൂട്ട്. മഴ ചാറുണു, പിന്നെ മാറുണു, പിന്നെയും ചാറുണു, പിന്നെയും മാറുണു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആനപ്രേമികളും ആനയൂട്ട് കാണാനായി പല നാട്ടിൽ നിന്ന് എത്തിയവരും എല്ലാവരും മനസ്സറിഞ്ഞ് ആനകളെ വയറ് നിറച്ചൂട്ടി. കുംഭത്തിൽ ആദിത്യം കത്തി നിൽക്കുമ്പോൾ കാവിലൊരു പൂരം. എന്നാൽ കർക്കടകത്തിൻ്റെ ഒടുവിൽ മഴ നനഞ്ഞ് ചന്തം പോലെ ആനയൂട്ട് കാണാനെത്തിയവർ എല്ലാവരും വിവിധ തരം കുടമാറ്റം നടത്തി ഇന്നത്തെ ഒരു ദിവസം ആനയൂട്ട് ചന്തം പോലെയാക്കി. പ്രകൃതി കാർമേഘം കൊണ്ട് കരിയഴക് മാനത്ത് തീർത്തപ്പോൾ ചെനക്കത്തൂരുകാർ കരിയഴകിനെ മനസ്സ് നിറച്ച് ഊട്ടിക്കൊണ്ടാണ് ആ ആഘോഷം പങ്കുവച്ചത്. ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടിയും മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണനും ഇളമ്പല്ലൂർ കൊച്ചുഗണേശനും പടിഞ്ഞാറേമഠം ശിവശങ്കരനും പുതുശ്ശേരി വിജയനും ഹരിപ്പാട് അപ്പുവും തോളൂർ വിജയലക്ഷ്മിയും കുറുവട്ടൂരിന്റെ സ്വന്തം ഗണേഷും തടത്താവിള ശിവയും മലപ്പുറത്തെ മൊഞ്ചത്തി പള്ളിക്കലി മിനിയും നമ്മുടെ സ്വന്തം ഉമാദേവിയും കൂടി ചേർന്ന് ആനയൂട്ട് അതിഗംഭീരമാക്കി. ചിനക്കത്തൂരിന്റെ സ്നേഹം വയറു നിറയെ ആസ്വദിച്ച ആനച്ചന്തങ്ങളെല്ലാം മഴ നനഞ്ഞ് ആൽത്തറയുടെ ചോട്ടിൽ കുറച്ചു നേരം നിന്നു. എന്തായാലും അമ്പലപ്പറമ്പ് നിന്ന് ആനകൾ വിട്ടപ്പോൾ ഞാനും പാലക്കാട്ടേക്ക് വന്നോട്ടോളെ. ശരിയെന്നാ.